സാധാരണ ഈ മുൻവിധി ഒന്നുമില്ലാത്ത സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു സിനിമയും മുൻവിധിയോട് കാണാറ്. പക്ഷേ ഈ പുരസ്കൃതമായ സിനിമകൾ കാണുമ്പോൾ നാച്ചുറലായിട്ടൊരു മുൻവിധി ഉണ്ടാകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടുത്തെ നമ്മുടെ ഒഫീഷ്യൽ ജൂറീസ് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം ഒരു പർട്ടിക്കുലർ അജണ്ടയോടുകൂടി അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഫിലിംസ്, ഒരേപോലത്തെ പേസിങ്ങുള്ള ഫിലിംസ്, ഒരേ രീതിയിലുള്ള സിനിമകൾ, പിന്നെ ഈ ഒരുപാട് അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹിക പ്രസക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നിയോ റിയലിസം അല്ലെങ്കിൽ റിയലിസം എന്ന് പറയുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള ആ ഒരു ചെറിയ ജോണറിൽ മാത്രം വരുന്ന സിനിമകൾക്കാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. അതായത് വേറിട്ട ഒരു ആഖ്യാന രീതിയോ ഒന്നുമുള്ള ട്രൈ ചെയ്യാത്ത സിനിമകൾ, ഈ ഒരു റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ സാധനത്തിൽ പിടിച്ചിട്ടുള്ള ഫിലിംസിനാണ് ഇവിടെ അവാർഡ്സ് കൊടുക്കുന്നത് പൊതുവെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒഴിവ് ദിവസത്തെ കളി ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്ക് മുൻവിധി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇതിന് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ് ഒഴിവ് ദിവസത്തെ കളി എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ നറേറ്റീവിലുള്ള ഫ്രഷ്നെസ്, അത് മിക്സ് ചെയ്തിട്ടുള്ള നറേറ്റീവ് പാറ്റേൺസിൻ്റെ ഒരു രീതി, അതൊക്കെ എനിക്ക് വളരെയധികം ഇമ്പ്രസ് ചെയ്തൊരു ഇതാണ്. രസിച്ചിരുന്ന് കണ്ട സിനിമയാണ്. രസിച്ചിരുന്ന് കണ്ടെന്ന് മാത്രമല്ല, അതൊരു ക്വാളിറ്റിയുള്ള രസം എന്ന് പറയുന്ന തരമുണ്ട്. ഇത് ചുമ്മാ രസിച്ചിട്ട് പോകുക എന്ന് പറയുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള ഒരു രസം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസിക് ഒരു ഉപരിതലമായിട്ട് അത് റിയലിസ്റ്റിക് ഇതാണ് ഡീൽ ചെയ്യുന്നതെങ്കിലും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൈലൈസ്ഡ് തിയേറ്റർ, ഇതിൻ്റെ എഫക്ട്സ് ഉണ്ട് ഇതിൻ്റെ ടുവേർഡ്സ് ദി എൻഡ്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അവിടെയൊക്കെ ആയിരിക്കും ഇതിനെ ഒന്ന് കുറച്ച് ഒരു അഗാധമായിട്ട് റീഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് ഇതിൻ്റെ എൻഡൊക്കെ എടുക്കുമ്പോഴാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ടോൺ മാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളേഴ്സ് മുഴുവൻ മാറിയിട്ട് നാച്ചുറൽ കളേഴ്സ് മാറി തിയേറ്ററിക്കലായിട്ടുള്ള എലിമെൻസിലൂടെ കയറി നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ റിയലിസം അതിനകത്ത് അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരുപാട് സങ്കേതങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു സിനിമ ലവർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര എന്നെ രസിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ദിവസത്തെ കളി എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതല്ല, അതിനുപരിയായിട്ട് ഒരു മനോഹരമായ സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സിനിമകൾ എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പോൾ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ നമ്മുടെ നായകൻ കടന്നു വരുന്നത് എന്നൊക്കെ പറയുന്ന സിനിമകളാണ് രാഷ്ട്രീയ സിനിമകളായിട്ട് നമ്മൾ കാണുന്നത്. അവരെക്കുറിച്ചുള്ള സിനിമകൾ, അല്ലെങ്കിൽ ജാഥകളെ കുറിച്ചുള്ള സിനിമകൾ, കൊടികളെ കുറിച്ചുള്ള സിനിമകൾ. പക്ഷേ കോൺവെർസേഷൻസിൽ, ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ, ഈ മനുഷ്യർ തമ്മിലുള്ള ഡീലിങ്സിൽ, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഡീലിങ്സിൽ, കോൺവെർസേഷൻസിൽ, ഒപ്പീനിയൻസിൽ, അതാണ് രാഷ്ട്രീയമുള്ളത്. അതുകൊണ്ട് ആ തരത്തിൽ പറയുകയാണെങ്കിൽ, ആ തരത്തിൽ നിന്നല്ല, ഇതാണ് ശരിക്കും രാഷ്ട്രീയ സിനിമ. രാഷ്ട്രീയ സിനിമ എന്ന് പറയുന്നത് ഇതായിരിക്കണം. കാരണം രാഷ്ട്രീയം വാസ്തവത്തിൽ സ്കിൻ ഡീപ്പാണ്, നമ്മുടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനുപരിയായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന സട്ടിലായ ആരും ഡിസ്കസ് ചെയ്യാത്തൊരു സാധനമാണ് ഒരു ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ രാഷ്ട്രീയം, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള രാഷ്ട്രീയം, നമ്മൾ പ്രകൃതിയെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, പ്രകൃതി നമ്മളെ തിരിച്ചെങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊക്കെയുള്ള ഡിസ്കഷൻസൊക്കെ വളരെ സട്ടിലായിട്ട്, അതായത് എൻജോയ്മെൻറ്റിന് ഒരു തരത്തിലും കോട്ടം തട്ടാത്ത രീതിയിൽ പറഞ്ഞു പോയിരിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ മലയാളത്തിൽ നിന്നിട്ടുള്ള എക്കാലത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിലൊന്നാണ് ഒരു ദിവസത്തെ കളി. സിനിമ നിറച്ച്